ടു സലം ലേണിംഗ്. ദിസ് ഇസ് മീ അഭിരാമി. മക്കളി, നിങ്ങളുടെ സ്വന്തം അഭിമിസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാം അടുത്ത് വന്നിരിക്കുകയാണല്ലേ. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിലബസ് മാറി, അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ വർഷങ്ങളിലെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. കാരണം മുൻ വർഷങ്ങളിലെ സിലബസ് അല്ല ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇനി നമുക്ക് ഈ ഒരു സിലബസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും, അതായത് ഫസ്റ്റ് നമ്മളോട് എക്സാമിന് ചോദിക്കുക എപ്പോഴും പുറത്തുനിന്ന് ഒരു പാരഗ്രാഫോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി, ഒരു പോമോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസ് എന്തായാലും നമുക്ക് വരാൻ ഹൈലി ചാൻസ് ഉള്ള 90% ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സാമിന് വരാം. അതിൽ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അതായത് നിങ്ങൾക്ക് 6 ആക്ടിവിറ്റീസ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെ 2 മുതൽ 6 വരെ ഉള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 4 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 5 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റീസിൽ എപ്പോഴും നമുക്ക് വരണ്ടാവുക ഒരു പുറത്തുനിന്നൊരു പോമോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു സ്റ്റോറിയോ ഒരു പാരഗ്രാഫോ നമുക്ക് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം താഴെ തന്നിട്ടുള്ള അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരണ്ടാവുക. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേടാ, ഒരു പോം തന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പോം വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഇത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലെ. ഈ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു കൂൾ ഓഫ് ടൈം നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഈ തന്നിരിക്കുന്ന പോം നമുക്ക് നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഒരു ചൂടുള്ള ദിവസമായിരുന്നു അല്ലെ. ഒരു ഹോളിഡേ, ഒരു അവധി ദിവസമാണ്. വി ഗോ ടു ദ ബീച്ച്, ഞങ്ങൾ എങ്ങോട്ടേക്ക് പോയി, ബീച്ചിലേക്ക് പോയി. വി ഗോ ടു ദ സീ, ഞങ്ങൾ കടൽ കാണാനായിട്ട് ബീച്ചിലേക്ക് പോയി അല്ലെ. ദ വേവ്സ് പ്ലേ ഗെയിം, അവിടെ വേവ്സ് ഉണ്ട്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, തിരമാലകളായിട്ട് എന്താണ് ഒരു ഗെയിം കളിക്കുകയാണ് അല്ലെ. They say yes, I say no. അവര് യെസ് പറയും, ഞാൻ നോ പറയും. The waves come up to me, തിരമാലകള് എന്റെ അടുത്തേക്ക് വരുന്നു അല്ലെ. And I run from the sea, എന്റെ അടുത്തേക്ക് തിരമാലകൾ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കടലിൽ നിന്ന് ഓടും. They say no, I say yes, അവര് നോ പറയും, ഞാൻ യെസ് പറയും. I run back to the wave, എന്നിട്ട് ഞാൻ വീണ്ടും ഒരു തിരിയുടെ അടുത്തേക്ക് ഓടി ചെല്ലും. അതായത് കുട്ടി ഒരു ഹോളിഡേയിൽ, ഒരു ചൂടുള്ള ദിവസമായിരുന്നു, ആ ടൈമില് എങ്ങോട്ടേക്ക് പോയി, ബീച്ച് കാണാൻ പോയിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് തിരകളായിട്ട് കളിക്കുകയാണ്. തിരകൾ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ അവിടെ നിന്ന് ഓടും. തിരകൾ തിരിച്ചു പോകുമ്പോ ഞാൻ തിരയുടെ അടുത്തേക്ക് പോകും. അപ്പൊ കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വേവ്സ് ആയിട്ട് കളിക്കുന്നു എന്ന് പറയുന്ന ഒരു പോമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന പോമാണോ അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് വായിക്കുക. അതിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ തവണ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല, പിന്നെയും വായിക്കാം. നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 2ഉം 3ഉം തവണ വായിച്ചിട്ട് എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാവുന്നത് അതുവരെ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. One day the child went to dash. ഒരു ദിവസം കുട്ടി എങ്ങോട്ടേക്കാണ് പോയത്? നമുക്ക് ഈ ഒരു പോം വായിച്ചപ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എങ്ങോട്ടേക്കാണ്? went to the beach അല്ലെ. ബീച്ചിലേക്കാണ് അല്ലെ, കടല് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. സോ one day the child went to the beach അല്ലെ, ബീച്ചിലേക്കാണ് പോയത്. The day was dash, അത് എങ്ങനെയുള്ള ഒരു ദിവസമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. കൂളാണോ, ഹോട്ടാണോ, റെയിനി ആണോ, എങ്ങനെയുള്ള ദിവസമായിരുന്നു? ഇവിടെ പോത്തിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺ എ വെരി ഹോട്ട് ഡേ, ഒരു ഭയങ്കര ചൂടുള്ള ദിവസമായിരുന്നു. വെരി ഹോട്ട് ഡേ ആയിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം? ഓപ്ഷൻ ബി, ഹോട്ട്. ഓൺ എ വെരി ഹോട്ട് ഡേ. അടുത്ത നോക്കിക്കേ. ഹു പ്ലേസ് എ ഗെയിം വിത്ത് ദ ചൈൽഡ്, കുട്ടിയായിട്ട് ആരാണ് ഗെയിം കളിച്ചത്? നമുക്കറിയാം, തിരമാലകളാണ് അല്ലെ. എന്താണ് അപ്പൊ ഇതിന്റെ ആൻസർ? ദ വേവ്സ്, തിരമാലകൾ. WAVES, വേവ്സ്, തിരമാലകൾ. ഹു പ്ലേസ് എ ഗെയിം വിത്ത് ദ ചൈൽഡ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ദ വേവ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡസ് ദ ചൈൽഡ് ലൈക്ക് ടു പ്ലേ വിത്ത് ദ വേവ്സ്, കുട്ടിക്ക് വേവ്സ് ആയിട്ട് കളിക്കാൻ ഇഷ്ടമാണോ?
നമുക്ക് എന്താണ് മനസ്സിലായത്? ഇഷ്ടമാണല്ലേ? ഇഷ്ടമായതുകൊണ്ടല്ലേ വേവ്സ് തിരിച്ചു പോകുമ്പോ അതിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. സോ ആൻസർ ഈസ് യെസ്. പിക്ക് ഔട്ട് ദ ലൈൻ. അപ്പൊ ഇത് പറയുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് തിരമാലകളുമായിട്ട് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്ന ലൈൻ ഏതാണ്? ദാ ഇവിടെ പറയുന്നുണ്ട് ഐ റൺ ബാക്ക് ടു ദ വേവ് അല്ലെ. വേവ്സ് തിരിച്ചു പോകുമ്പോ ഞാൻ അതിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അപ്പൊ ഐ റൺ ബാക്ക് ടു ദ വേവ് എന്നുള്ള ലൈനാണ് ഇത് കാണിക്കുന്നത് അല്ലെ. ഐ റൺ back to the wave. I run back to the wave. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? കുട്ടി തിരിച്ചതാ തിരമാലകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമാണ് അല്ലെ. അടുത്ത നോക്കിക്കേടാ, പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് സീഷോർ. സീഷോർ അല്ലാന്നുണ്ടെങ്കിൽ കടൽ തീരം എന്നൊക്കെ അർത്ഥം വരുന്ന വേർഡ് ഈ ഒരു പോത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നോക്കിക്കേ. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബീച്ച്. ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ തീരം എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ അതായിട്ട് സാമ്യമുള്ള വേർഡ് ഇതാണ് BEACH, ബീച്ച് എന്നുള്ളതാണ്. സോ നമ്മളിതാ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി. 1ന്റെ ആൻസർ എന്താണ്? ബീച്ച് ആണ് അല്ലെ. എങ്ങനെയുള്ള ദിവസമായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഹോട്ട് ഡേ ആയിരുന്നു. കുട്ടി ആരായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്? ഹു പ്ലേസ് ഗെയിം വിത്ത് ദ ചൈൽഡ്. കുട്ടിയായിട്ട് ആരാ കളിച്ചുകൊണ്ടിരുന്നത്? വേവ്സ് ആണ് അല്ലെ. അതുപോലെ തന്നെ കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമാണോ? യെസ് ആണല്ലേ. ആ ലൈൻ ഏതാണ്? ഐ റൺ ബാക്ക് ടു ദ വേവ് എന്നുള്ളതാണ്. സോ സീഷോർ എന്നർത്ഥം വരുന്ന വർക്ക് ഏതാണ്? ബീച്ച് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് ഈ ഒരു പോം വായിച്ച് നോക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഇതുപോലെ നമ്മളോട് പുറത്തുനിന്ന് ഒരു പോമോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിയോ പാരഗ്രാഫോ തന്നിട്ട് അത് വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് എന്തായാലും കമ്പൽസറി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.